ഭാര്യ തനിക്കെതിരെ നൽകിയ കേസ് കോടതിയിൽ നിലനിൽക്കെ ഭർത്താവിന് തന്റെ പ്രോപ്പർട്ടി വിൽക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ ട്രാൻസ്ഫർ ചെയ്യാനോ സാധിക്കുമോ? പലപ്പോഴും പല ഭർത്താക്കന്മാരും തനിക്കെതിരെ ഭാര്യ നൽകിയ കേസ് ചെലവിന് ചോദിച്ചോ മറ്റോ ആയിരിക്കാം. അത് നിലനിൽക്കെയാണ് തന്റെ പ്രോപ്പർട്ടി ഭാര്യയ്ക്ക് ഒരിക്കലും കിട്ടരുത് എന്നുള്ള ഉദ്ദേശത്തിൽ അതിനെ മറ്റൊരാൾക്ക് വിൽക്കാനോ മറ്റോ തീരുമാനിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിന്റെ സെക്ഷൻ 52 ലിസ് പെൻഡൻസ് എന്ന ഡോക്ട്രിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു. എന്താണ് ഈ ലിസ് പെൻഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടിയിലുള്ള റൈറ്റ് അഥവാ അവകാശം ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന രൂപത്തിൽ ഒരു ക്ലയന്റ് നിലവിൽ നടന്നുകൊണ്ടിരിക്കെ, അതിന്റെ മുകളിലുള്ള കേസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കെ കോടതിയുടെ അനുവാദമില്ലാതെ ആ പ്രോപ്പർട്ടി വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ ഡോക്ട്രിൻ സൂചിപ്പിക്കുന്നത്. നാഗു ബായ് അമാൾ വേഴ്സസ് ഷമ റാവു എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടിയുടെ മേൽ ചാർജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രൂപത്തിലാണ് ഒരു ക്ലയന്റിന്റെ പ്രയർ ഉള്ളതെങ്കിൽ അത് ആ ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ആ സ്പെസിഫിക് പ്രോപ്പർട്ടിയിലുള്ള റൈറ്റ് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു എന്നാണ് അർത്ഥം എന്ന രൂപത്തിലാണ് സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് മെയിൻ്റനൻസ് ചോദിച്ച് ഒരു ഭാര്യ കോടതിയിൽ പോവുകയും ആ ക്ലയന്റിന്റെ പ്രയറിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോപ്പർട്ടിയിലുള്ള ചാർജ് ക്രിയേറ്റ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ പ്രോപ്പർട്ടിയിലുള്ള റൈറ്റ് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കേസ് കോടതിയിൽ നിലനിൽക്കുമ്പോൾ കോടതിയുടെ അനുവാദമില്ലാതെ ഭർത്താവിന് ആ പ്രോപ്പർട്ടിയെ മറ്റൊരാൾക്കും വിൽക്കാൻ സാധിക്കില്ല എന്നുള്ളത് നിയമമാണ്.